നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നത് എന്നും എത്ര തരത്തിൽ ഭേദഗതി ചെയ്യാമെന്നും ഈ ഭേദഗതിയുടെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നും ഡീറ്റെയിലായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ തുടങ്ങാം. അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഭരണഘടനകൾ ഭേദഗതി ചെയ്യേണ്ടത് തീർച്ചയായും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന തത്വങ്ങളെല്ലാം തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അപ്രസക്തമാവുകയും അതുകൊണ്ട് തന്നെ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ്. ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ നമുക്ക് ഭേദഗതി ചെയ്യുവാൻ സാധിക്കും. ഈ അമെൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നെയ്തർ ഫ്ലെക്സിബിൾ നോ റിജിഡ് ബട്ട് എ സിന്തസിസ് ഓഫ് ബോത്ത് എന്നാണ് പറയുക. അതായത് ഭേദഗതി ചെയ്യാൻ അത്ര ഫ്ലെക്സിബിളും അല്ല, എന്നാൽ അത്ര റിജിഡുമല്ല. ഉദാഹരണത്തിന് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്, ഫ്ലെക്സിബിളാണത്. എന്നാൽ USA അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഭേദഗതി ചെയ്യാൻ നല്ല പ്രയാസവുമാണ്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സങ്കലനമാണ്. ഇനി നമുക്ക് ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി കൂടുതലായി നോക്കാം. ആർട്ടിക്കിൾ 368 ഇൻ പാർട്ട് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പവേഴ്സ് ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയർ. ഹൗവർ, the Parliament cannot amend those provisions which form the basic structure of the Constitution. This was ruled by the Supreme Court in the Keshavananda Bharati case 1973. ഇന്ത്യൻ ഭരണഘടനയുടെ 20-ാം പാർട്ടിലെ ആർട്ടിക്കിൾ 368 ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരവും നടപടിക്രമങ്ങളും പറഞ്ഞിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റായ ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഈ ആർട്ടിക്കിളിലാണ്. ഇനി ഈ ഭേദഗതി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, ഈ ഭേദഗതി ചെയ്ത് ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റി എഴുതുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. അതിനുള്ള ഉത്തരമാണ് 1973 കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതി വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിധി പ്രസ്താവന നടത്തി. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഭേദഗതി ചെയ്യുവാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അടിസ്ഥാന മൂല്യങ്ങളൊന്നും തന്നെ ഭേദഗതി ചെയ്ത് മാറ്റുവാൻ സാധിക്കില്ല. ഇനി എന്തൊക്കെ ചേർന്നതാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് സുപ്രീം കോടതി വിവിധ വിധികളിലൂടെ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അമെൻമെൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ്. The procedure for the amendment of the Constitution as laid down in Article 368 is as follows. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ വേണ്ടി ആർട്ടിക്കിൾ 368 വിശദീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1. An amendment of the Constitution can be initiated only by the introduction of a bill for the purpose in either House of Parliament and not in the state legislatures. ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ആദ്യം അതിനുവേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കണം. ഈ ബില്ലാകട്ടെ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ, അതായത് ഒന്നെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിക്കണം അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കണം. എന്നാൽ സംസ്ഥാന നിയമസഭകളിൽ ഈ ബില്ല് അവതരിപ്പിക്കുവാൻ സാധിക്കില്ല. അതായത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ആ ബില്ല് പാർലമെൻറ്റിലെ ഏതെങ്കിലും സഭകളിൽ തന്നെ ആദ്യം അവതരിപ്പിക്കണം. 2. The bill can be introduced either by a minister or by a private member and does not require prior permission of the president. ഈ ബില്ല് എന്ന് പറയുന്നത് സഭകളിൽ മന്ത്രിമാർക്കും അവതരിപ്പിക്കാം, അതോടൊപ്പം മന്ത്രിമാരല്ലാത്ത മറ്റ് അംഗങ്ങൾക്കും അവതരിപ്പിക്കാം. അതോടൊപ്പം ഈ ബില്ല് അവതരിപ്പിക്കുവാൻ പ്രസിഡന്റിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല. 3. The bill must be passed in each house by a special majority, that is a majority that is more than 50% of the total membership of the house and a majority of 2/3 of the members of the house present and voting. ഇനി ഈ ബില്ല് സഭയിൽ പാസ്സാക്കുവാനുള്ള മജോറിറ്റിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായി പറയുന്നില്ല. കാരണം ഭരണഘടനാ ഭേദഗതി തന്നെ 3 തരത്തിലുണ്ട്. അവയ്ക്ക് പാസ്സാക്കുവാൻ 3 തരത്തിലുള്ള മജോറിറ്റീസാണ് ആവശ്യമായിട്ടുള്ളത്. അത് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പിന്നീട് പറയുന്നതായിരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത്
ബില്ല് ഒരു ടൈപ്പ് ഓഫ് മജോറിറ്റി പ്രകാരം സഭയിൽ പാസ്സാക്കണം എന്നാണ്. 4. ഈച്ച് ഹൗസ് മസ്റ്റ് പാസ് ദ ബിൽ സെപ്പറേറ്റ്ലി. ഇൻ കേസ് ഓഫ് എ ഡിസഗ്രീമെന്റ് ബിറ്റ്വീൻ ദ ടു ഹൗസസ്, there is no provision for holding a joint sitting of the two houses for the purpose of deliberation and passage of the bill. ഈ ഭരണഘടനാ ഭേദഗതി ബിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും സെപ്പറേറ്റായിട്ട് തന്നെ പാസ്സാക്കേണ്ടതാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നാൽ തന്നെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഒരു സാധാരണ നിയമമായിരുന്നു എങ്കിൽ ലോക്സഭയും രാജ്യസഭയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുവാൻ സാധിക്കും. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ബില്ലിന് ഇത് ബാധകമല്ല. 5. If the bill seeks to amend the federal provisions of the Constitution, it must also be ratified by the legislatures of half of the states by a simple majority, that is a majority of the members of the House present and voting. ഇനി ഈ അമെൻഡ്മെൻറ്റ് ബില്ല് ഫെഡറൽ തത്വങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ, അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ ബാധിക്കുന്നതാണെങ്കിൽ പാർലമെൻറ്റ് മാത്രം പാസ്സാക്കിയാൽ പോരാ, അതിനോടൊപ്പം ഇന്ത്യയിലെ പകുതി സംസ്ഥാന നിയമസഭകൾ കൂടി അത് പാസ്സാക്കണം. എങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഈ സംസ്ഥാന നിയമസഭകൾ സിമ്പിൾ മജോറിറ്റിയിലാണ് ഇവ പാസ്സാക്കേണ്ടത്. അതായത് സഭയിൽ എത്ര പേർ പ്രസൻ്റ് ആണോ അതിൻ്റെ മജോറിറ്റി. ഇങ്ങനെ പകുതി സംസ്ഥാനങ്ങളും ഈ ഭേദഗതി പാസ്സാക്കണം. 6. After duly passed by both the houses of parliament and ratified by the state legislatures where necessary, the bill is presented to the president for assent. പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും ബില്ല് പാസ്സാക്കിയതിനു ശേഷം, ആവശ്യമെങ്കിൽ രാജ്യത്തെ പകുതി സംസ്ഥാന നിയമസഭകളും പാസ്സാക്കിയതിനു ശേഷം ഈ ബില്ല് പ്രസിഡന്റിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. മറ്റേത് ബില്ലുകൾ പോലെ തന്നെയും പ്രസിഡന്റിൻ്റെ സമ്മതം ഉണ്ട് എങ്കിൽ മാത്രമേ ഇതും പാസ്സാവുകയുള്ളൂ. 7. The president must give his assent to the bill. He can neither withhold his assent to the bill nor retain the bill for reconsideration of the parliament. ഒരു ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കിയാൽ പ്രസിഡന്റ് അതിന് മസ്റ്റായിട്ടും അനുമതി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ബില്ല് പിടിച്ചു വെക്കുവാനോ അല്ലെങ്കിൽ വീണ്ടും റീകൺസിഡറേഷന് വിടുവാനോ സാധിക്കില്ല. ശരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നില്ല. പ്രസിഡന്റിന് മറ്റേത് ബില്ലുകൾ പോലെ തന്നെയും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ബില്ലും വേണമെങ്കിൽ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ 1971 24-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രസിഡന്റിൻ്റെ ഈ അധികാരം ഇല്ലാതാക്കിയത്. ഇപ്പോൾ പ്രസിഡന്റിന് ഒരു സാധാരണ ബില്ല് പിടിച്ചു വെക്കുകയോ റീകൺസിഡറേഷന് വിടുകയോ ചെയ്യാം. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന് മസ്റ്റായിട്ടും സമ്മതം കൊടുത്തിരിക്കണം. 8. After the President's assent, the bill becomes an act, that is a constitutional amendment act, and the Constitution stands amended in accordance with the terms of the act. പ്രസിഡന്റിൻ്റെ സമ്മതം ലഭിക്കുന്നതോടുകൂടി ഈ ബില്ല് എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതി നിയമമായി മാറും. അതായത് അന്ന് മുതൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടു എന്ന് അർത്ഥം. ആ ബില്ലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപ്രകാരമായിരിക്കും ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള ഭേദഗതികളെപ്പറ്റി പരിചയപ്പെടാം. ടൈപ്സ് ഓഫ് അമെൻഡ്മെൻറ്റ്സ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ഇൻ 3 ways. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗങ്ങൾ 3 തരത്തിൽ ഭേദഗതി ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടന മുഴുവൻ ഭേദഗതി ചെയ്യാൻ ഒറ്റ പ്രൊസീജിയർ അല്ല ഉള്ളത്. പകരം ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുവാൻ എളുപ്പമാണ്, ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ അല്പം കൂടെ സ്ട്രിക്റ്റായ പ്രൊസീജിയർ വേണം ഫോളോ ചെയ്യാൻ. ഇങ്ങനെ പ്രധാനമായും 3 തരത്തിലുള്ള പ്രൊസീജിയേഴ്സാണ് ഉള്ളത്. 3 തരം അമെൻഡ്മെൻറ്റ്സ്. എ. അമെൻഡ്മെൻറ്റ് ബൈ സിമ്പിൾ മജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്. സിമ്പിൾ മജോറിറ്റി ഒരു സാധാരണ നിയമം പാസ്സാക്കുന്നത് പോലെ സാധാരണ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ നമുക്ക് ഭേദഗതി ചെയ്യുവാൻ സാധിക്കും. ബി. അമെൻഡ്മെൻറ്റ് ബൈ സ്പെഷ്യൽ മജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്. എന്നാൽ ഭരണഘടനയുടെ ചില പ്രത്യേക ഭാഗങ്ങൾ ഭേദഗതി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ മജോറിറ്റി വേണം. എന്താണ് ആ സ്പെഷ്യൽ മജോറിറ്റി എന്ന് നമുക്ക് പിന്നീട് വിശദമായി തന്നെ കാണാം. സി. അമെൻഡ്മെൻറ്റ് ബൈ സ്പെഷ്യൽ മജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ, ഉദാഹരണത്തിന് ഫെഡറൽ റിലേഷൻസ് ഒക്കെ ഭേദഗതി ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മജോറിറ്റി മാത്രം പോരാ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പകുതി സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ അനുമതി കൂടി ആവശ്യമാണ്. ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ പ്രധാനമായും 3 തരത്തിലുള്ള പ്രൊസീജിയറുകളാണ് ഉള്ളത്. ഇനി നമുക്ക് ഇവ ഓരോന്നോരോന്നായി വിശദമായി തന്നെ നോക്കാം. അമെൻമെൻറ്റ് ബൈ സിമ്പിൾ മജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്. A number of provisions in the Constitution can be amended by a simple majority of the 2 houses of Parliament outside the scope of Article 368. നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. സാധാരണ ഒരു നിയമം പാസ്സാക്കുന്നത് പോലെ തന്നെ സിമ്പിൾ മജോറിറ്റി കൊണ്ട് തന്നെ അവ ഭേദഗതി ചെയ്യുവാൻ സാധിക്കും. അതിന് ശരിക്കും ആർട്ടിക്കിൾ 368 ഇൻവോക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതായത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള പവർ ആർട്ടിക്കിൾ 368 ഉപയോഗിക്കാതെ തന്നെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുവാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. 1. അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയോ ഉൾക്കൊള്ളിക്കുകയോ ചെയ്യുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ. ഈ പുതിയ സംസ്ഥാനങ്ങളുടെ പേരുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സിമ്പിൾ മജോറിറ്റി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ്. 2. ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് അൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ വിസ്തീർണം, അതിരുകൾ, പേരുകൾ എന്നിവ മാറ്റുന്നതിനും അതോടൊപ്പം അവയിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനും സിമ്പിൾ മജോറിറ്റി ആവശ്യമായുള്ളൂ. അതായത് നിലവിലുള്ള സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സിമ്പിൾ മജോറിറ്റി മതി. 3. അബോളിഷൻ ഓർ ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് രൂപീകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടന പ്രകാരം സിമ്പിൾ മജോറിറ്റി മതി. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ ലോക്സഭ കൂടാതെ രാജ്യസഭ എന്നൊരു സഭ കൂടിയില്ലേ, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ നിയമസഭ കൂടാതെ മറ്റൊരു സഭ കൂടിയുണ്ട്. അതിനെയാണ് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എന്ന് പറയുന്നത്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല. കേരളത്തിൽ ഇത് ഇല്ല. നിലവിൽ ഇപ്പോൾ 6 സംസ്ഥാനങ്ങളിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ. ഈ 6 സംസ്ഥാനങ്ങളിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിലുള്ളത്. നേരത്തെ ജമ്മു ആൻഡ് കാശ്മീരിലും ഉണ്ടായിരുന്നു, എന്നാൽ അത് അബോളിഷ് ചെയ്യപ്പെട്ടു. ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അബോളിഷ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഫിക്സഡായ ഒരു കാര്യം അല്ല. 4. സെക്കൻഡ് ഷെഡ്യൂൾ. എമോൾമെൻറ്റ്സ്, അലോവൻസസ്, പ്രിവിലേജസ് ആൻഡ് സോ ഓൺ ഓഫ് ദ പ്രസിഡന്റ്, ദ ഗവർണേഴ്സ്, ദ സ്പീക്കേഴ്സ്, ജഡ്ജസ് എക്സെട്ര. സെക്കൻഡ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പ്രസിഡന്റ്, ഗവർണർമാർ, സ്പീക്കേഴ്സ്, ജഡ്ജസ് എന്നിവരുടെ വേതനങ്ങൾ, ആനുകൂല്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിമ്പിൾ മജോറിറ്റിയിലൂടെ ഭേദഗതി ചെയ്യാൻ സാധിക്കും. 5. കോറം ഇൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ ഒരു ദിവസം സഭ കൂടണമെങ്കിൽ നിശ്ചിത ആളുകൾ എത്തിച്ചേരണം. അതിനെയാണ് ഈ കോറം എന്ന് പറയുന്നത്. പാർലമെൻറ്റിൻ്റെ സഭയിലെ 10% അംഗങ്ങൾ കൂടിച്ചേർന്നു എങ്കിൽ മാത്രമേ കോറം തികഞ്ഞു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ സഭ ചേരുവാനും പറ്റുകയുള്ളൂ. ഈ കോറം എത്ര ശതമാനം നിശ്ചയിക്കണമെന്നും സിമ്പിൾ മജോറിറ്റിയിലൂടെ തീരുമാനിക്കുവാൻ സാധിക്കും. നിലവിൽ അത് 10%. 6. സാലറീസ് ആൻഡ് അലോവൻസസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ അംഗങ്ങളുടെ ശമ്പളവും ആനുകൂല്യവും നിശ്ചയിക്കുന്നത്. 7. റൂൾസ് ഓഫ് പ്രൊസീജിയർ ഇൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതിനും സിമ്പിൾ മജോറിറ്റി മതി. 8. പ്രിവിലേജസ് ഓഫ് ദ പാർലമെൻറ്റ്, ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് കമ്മിറ്റീസ്. പാർലമെൻറ്റിൻ്റെയും അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും സവിശേഷ അധികാരങ്ങൾ നിശ്ചയിക്കുന്നതിന്. 9. യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും തീരുമാനമെടുക്കുന്നതിന്. 10. നമ്പർ ഓഫ് പുയിനി ജഡ്ജസ് ഇൻ ദ സുപ്രീം കോർട്ട്. അതായത് ചീഫ് ജസ്റ്റിസിന് താഴെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് സിമ്പിൾ മജോറിറ്റി മതി. 2019 ഇത്തരത്തിൽ സിമ്പിൾ മജോറിറ്റിയിലൂടെ
സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 31 നിന്ന് 34 മാറ്റിയിരുന്നു, ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ്. 11. കൺഫർമെന്റ് ഓഫ് മോർ ജൂറിസ്ഡിക്ഷൻ ഓൺ ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നതിന്. 12. യൂസ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഔദ്യോഗിക ഭാഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. 13. സിറ്റിസൺഷിപ്പ്, അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ. പൗരത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്. 14. ഇലക്ഷൻസ് ടു പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള ഇലക്ഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക്. 15. ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. മണ്ഡല പുനർനിർണയം നടത്തുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക്. അതായത് ഈ എംപിമാരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നിന്നാണല്ലോ. ഈ മണ്ഡലങ്ങളൊക്കെ പുനർനിർണയിക്കുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക്. 16. യൂണിയൻ ടെറിട്ടറീസ്. കേന്ദ്രഭരണ പ്രദേശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾക്ക്. 17. ഫിഫ്ത്ത് ഷെഡ്യൂൾ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ 5-ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. 18. സിക്സ്ത് ഷെഡ്യൂൾ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ്. ഇന്ത്യൻ ഭരണഘടനയുടെ 6th ഷെഡ്യൂളിൽ ചില സ്ഥലങ്ങളിലെ ട്രൈബൽ ഏരിയസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അവ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഇത്തരത്തിലാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരുത്തുവാൻ പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മജോറിറ്റി മതിയാവും. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മേൽപ്പറഞ്ഞ ഭാഗങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൽ സിമ്പിൾ മജോറിറ്റിയിലൂടെ മാറ്റം കൊണ്ടുവരാവുന്നതാണ്. ഈ സിമ്പിൾ മജോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിൻ്റെ സഭയിൽ ഒരു ദിവസം എത്ര പേർ ചേരുന്നുവോ അതിൻ്റെ മജോറിറ്റി. ഇതുതന്നെയാണ് ഒരു സാധാരണ നിയമം പാസ്സാക്കുവാനും ആവശ്യമായുള്ള മജോറിറ്റി. ഇങ്ങനെ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ മേൽപ്പറഞ്ഞ ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത തരത്തിലുള്ള മജോറിറ്റി നോക്കാം. അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റിയോടുകൂടി എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. The majority of the provisions in the Constitution need to be amended by a special majority of the Parliament, that is, a majority that is more than 50% of the total membership of each House and a majority of 2/3 of the members of each House present and voting. The expression total membership means the total number of members comprising the House, irrespective of fact whether there are vacancies or absentees. ഇന്ത്യൻ ഭരണഘടനയുടെ ഭൂരിഭാഗം വ്യവസ്ഥകളും പാർലമെൻറ്റിൻ്റെ ഈ സ്പെഷ്യൽ മജോറിറ്റി ഉപയോഗിച്ചാണ് ഭേദഗതി ചെയ്യുന്നത്. ഇനി എന്താണ് ഈ സ്പെഷ്യൽ മജോറിറ്റി എന്ന് നോക്കാം. ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ബില്ല് പാസ്സാകുവാൻ അപ്പോൾ സഭയിൽ പ്രസൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ 3/2 ഭൂരിപക്ഷം വേണം. അതോടൊപ്പം ഈ 3/2 ഭൂരിപക്ഷം എന്ന് പറയുന്നത് സഭയുടെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 50% മുകളിലും ആയിരിക്കണം. അതായത് ഭരണഘടനാ ഭേദഗതി ബിൽ ഒരു സഭയിൽ പാസ്സാകണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തേത്, അപ്പോൾ സഭയിൽ കൂടിച്ചേർന്നിട്ടുള്ളവരിൽ 3/2 ഭൂരിപക്ഷം ലഭിച്ചിരിക്കണം. രണ്ടാമതായി, ഇങ്ങനെ ലഭിക്കുന്ന 3/2 ഭൂരിപക്ഷം സഭയുടെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 50%-ത്തേക്കാൾ കൂടുതലായിരിക്കണം. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് സഭയിൽ പാസ്സാവുകയുള്ളൂ. ഇങ്ങനെ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ഈ ബില്ല് പാസ്സാക്കിയെടുക്കണം. ഇനി ഈ ടോട്ടൽ മെമ്പർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയുടെ ടോട്ടൽ കപ്പാസിറ്റിയാണ്. അതായത് സഭയ്ക്ക് ആകെ എത്ര മെമ്പേഴ്സിൻ്റെ കപ്പാസിറ്റി ഉണ്ട് എന്നതാണ് പരിശോധിക്കുന്നത്. അവിടെ കുറച്ചു പേർ പ്രസൻറ്റ് അല്ലായിരുന്നു, അതോടൊപ്പം ചില സീറ്റുകൾ തിരഞ്ഞെടുപ്പില്ലാതെ വേക്കൻ്റ് ആയിരുന്നു എന്നതൊന്നും ബാധകമല്ല. ടോട്ടൽ മെമ്പർഷിപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഭയുടെ ടോട്ടൽ കപ്പാസിറ്റിയാണ്. ഇനി നമുക്ക് ഈ സ്പെഷ്യൽ മജോറിറ്റി ഉപയോഗിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതൊക്കെ ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാം എന്ന് നോക്കാം. The provisions which can be amended by this way includes 1. Fundamental rights, മൗലിക അവകാശങ്ങൾ. 2. Directive principles of state policy, നിർദ്ദേശക തത്വങ്ങൾ. 3. All other provisions which are not covered by the first and third categories.
നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങൾ 3 തരത്തിലാണ് ഭേദഗതി ചെയ്യുന്നത്. ഇതിൽ മുമ്പ് പറഞ്ഞ സിമ്പിൾ മജോറിറ്റി ഉപയോഗിച്ച ഒന്നാമത്തെ കാറ്റഗറിയും ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ കാറ്റഗറിയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ഈ സ്പെഷ്യൽ മജോറിറ്റി ഉപയോഗിച്ചാണ് ഭേദഗതി ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി പരിചയപ്പെടാം. Amendment by special majority of the Parliament and consent of states. Those provisions of the Constitution which are related to the federal structure of the polity can be amended by a special majority of the Parliament and also with the consent of half of the state legislatures by a simple majority. മൂന്നാമത്തെ തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ പൊളിറ്റിയുടെ ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഭേദഗതി ചെയ്യുന്നത്. സെൻറ്ററും സ്റ്റേറ്റുകളും തമ്മിലുള്ള റിലേഷൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഫെഡറൽ റിലേഷൻസ് അല്ലെങ്കിൽ ഫെഡറൽ സ്ട്രക്ചർ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ സെൻറ്ററും സ്റ്റേറ്റുകളും തമ്മിലുള്ള റിലേഷൻസിനെ സംബന്ധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഭേദഗതി ചെയ്യണമെങ്കിൽ ഈ രീതിയാണ് അവലംബിക്കേണ്ടത്. ഇനി അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഫെഡറൽ റിലേഷൻസിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഭേദഗതി ചെയ്യണമെങ്കിൽ ആദ്യം ആ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സ്പെഷ്യൽ മജോറിറ്റിയോടുകൂടി പാസ്സാക്കപ്പെടണം. അതായത് തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ഓരോ സഭയിലും 3/2 ഭൂരിപക്ഷവും അതോടൊപ്പം ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 50% മജോറിറ്റിയോടുകൂടി ആ ബില്ല് പാസ്സാക്കണം. അതിനുശേഷം ഇന്ത്യയിലെ പകുതി സംസ്ഥാന നിയമസഭകളുടെ സമ്മതം കൂടി വാങ്ങണം. സംസ്ഥാന നിയമസഭകൾ സമ്മതം അറിയിക്കേണ്ടത് സിമ്പിൾ മജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇതിനോട് അനുകൂലിക്കണം എന്നില്ല. എപ്പോൾ ഇന്ത്യയിലെ പകുതി സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ സമ്മതം അറിയിക്കുന്നുവോ അപ്പോൾ ഫോർമാലിറ്റി കംപ്ലീറ്റ് ആയി, അതായത് ബില്ല് പാസ്സാക്കപ്പെട്ടു എന്ന് അർത്ഥം. എന്നാൽ ഇതിനൊരു സമയപരിധിയൊന്നും കൊടുത്തിട്ടില്ല. ഇത്ര കാലത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പകുതി സംസ്ഥാനങ്ങൾ സമ്മതം അറിയിക്കുന്നതോടുകൂടി ആ പ്രൊസീജിയർ അവിടെ കൊണ്ട് തീർന്നു. നമ്മൾ മുമ്പേ കണ്ട ഭരണഘടനാ ഭേദഗതി പ്രൊസീജിയറിൻ്റെ കൂടെ കൺസെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ് കൂടി ആഡ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ പ്രൊസീജിയർ. ഇനി ഈ മൂന്നാമത്തെ പ്രൊസീജിയർ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. The following provisions can be amended in this way. 1. Election of the President and its manner. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കറിയാം, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാൻ MLAമാരും MP മാരും വോട്ട് ചെയ്യേണ്ടതാണ്. 2. Extent of the executive power of the Union and the states. സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഭരണനിർവഹണ അധികാരങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. 3. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ്. ഇന്ത്യയിലെ സുപ്രീം കോർട്ടിനെയും അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഹൈക്കോർട്ടുകളെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക്. 4. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്. സെൻറ്ററും സ്റ്റേറ്റുകളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരത്തിൻ്റെ വിതരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക്. 5. എനി ഓഫ് ദ ലിസ്റ്റ് ഇൻ ദ 7th ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ 3 ലിസ്റ്റുകൾ ഉണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഏതൊക്കെ കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒക്കെ നിയമങ്ങൾ നിർമ്മിക്കാമെന്നാണ് ഈ ലിസ്റ്റുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ ലിസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഈ രീതിയിലാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടത്. 6. റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെൻറ്റ്. സംസ്ഥാനങ്ങളെ പാർലമെൻറ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയിലാണ് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിലും ഈ രീതിയാണ് അവലംബിക്കേണ്ടത്. 7. പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയർ. ആർട്ടിക്കിൾ 368 ഇറ്റ്സെൽഫ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളും നടപടിക്രമങ്ങളും അമെൻഡ് ചെയ്യണമെങ്കിലും, അതായത് ആർട്ടിക്കിൾ 368 ഭേദഗതി ചെയ്യണമെങ്കിലും നമ്മൾ ഈ രീതിയാണ് പിന്തുടരേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഭേദഗതി ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ മൂന്നാമത്തെ രീതിയിലാണ്. അതായത് ഫെഡറൽ റിലേഷൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ
ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള 3 ടൈപ്പ് ഓഫ് പ്രൊസീജിയറും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അമെൻമെൻറ്റ് പ്രൊസീജിയറിനുള്ള ചില പോരായ്മകൾ കൂടി നോക്കാം. ക്രിറ്റിസിസം ഓഫ് ദ അമെൻമെൻറ്റ് പ്രൊസീജിയർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾക്കുമേലുള്ള ചില വിമർശനങ്ങളാണ് ഇനി നമ്മൾ പറയുവാൻ പോകുന്നത്. 1. There is no provision for a special body like Constitutional Convention as in USA or Constitutional Assembly for amending the Constitution. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനായി കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി പോലെയുള്ള ഒരു സ്പെഷ്യൽ ബോഡി ഇല്ല. ഇന്ത്യൻ പാർലമെൻറ്റിന് തന്നെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം. അല്ലാതെ ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ വേണ്ടി മാത്രമായി ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ ബോഡി ഇല്ല. എന്നാൽ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻ എന്നൊരു സ്പെഷ്യൽ ബോഡി തന്നെ ഈ പർപ്പസിന് വേണ്ടി ഉണ്ട്. 2. The power to initiate an amendment to the Constitution lies with the Parliament. ഒരു ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഉള്ളത്. സംസ്ഥാന നിയമസഭകൾക്ക് ഈ അധികാരം ഇല്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ് ബിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സംസ്ഥാന നിയമസഭകൾക്ക് ഒരു കാര്യത്തിൽ മാത്രം തുടക്കം കുറിക്കുവാൻ സാധിക്കും. സംസ്ഥാനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പുറമെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടെ വേണമെങ്കിൽ അതിനായി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി പാർലമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോഴും ആ റിക്വസ്റ്റിൽ അന്തിമ തീരുമാനമെടുക്കുവാനുള്ള അധികാരം പാർലമെൻറ്റിന് മാത്രമായിരിക്കും. എന്നാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കും ലഭ്യമാണ്. 3. Major part of the Constitution can be amended by the Parliament alone, either by a special majority or by a simple majority. Only in few cases the consent of the state legislatures is required, and that too only half of them, while in USA it is 3/4 of the states. ഇന്ത്യൻ ഭരണഘടനയുടെ ഭൂരിഭാഗം വ്യവസ്ഥകളും ഒന്നെങ്കിൽ സിമ്പിൾ മജോറിറ്റിയിലൂടെ അല്ലെങ്കിൽ സ്പെഷ്യൽ മജോറിറ്റിയിലൂടെ പാർലമെൻറ്റിന് തന്നെ ഭേദഗതി ചെയ്യുവാൻ സാധിക്കും. വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ സംസ്ഥാനങ്ങളുടെ സമ്മതം ആവശ്യമായി വരുന്നുള്ളൂ. അതും ഇന്ത്യയിലെ പകുതി സംസ്ഥാനങ്ങളുടെ സമ്മതം മാത്രമേ ആവശ്യമായി ഉള്ളൂ. എന്നാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആകെ ഉള്ളതിൻ്റെ 4/3 സംസ്ഥാനങ്ങളുടെയും സമ്മതം ആവശ്യമാണ്. 4. The Constitution does not prescribe the time frame within which the state legislatures should ratify or reject an amendment submitted to them. Also, it is silent on the issue whether the states can withdraw their approval after according the same. ചില ഭരണഘടനാ ഭേദഗതിയിൽ വരുമ്പോൾ ഇന്ത്യയിലെ പകുതി സംസ്ഥാനങ്ങളുടെ സമ്മതം വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഇത്ര സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾ സമ്മതം അറിയിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഒരു പോരായ്മയാണ്. ഈ കാരണം കൊണ്ട് തന്നെ പല ഭരണഘടനാ ഭേദഗതികളും ആവശ്യമില്ലാതെ നീണ്ടുപോകാറുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ സമ്മതം അറിയിച്ചതിനു ശേഷം പിന്നീട് സമ്മതം പിൻവലിക്കുവാൻ സാധിക്കുമോ എന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതും ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടാം. 5. There is no provision for holding a joint sitting of both the houses of parliament if there is a deadlock over the passage of a constitutional amendment bill. നമുക്കറിയാം, ഒരു സാധാരണ ബില്ലിനെ സംബന്ധിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ജോയിൻ്റ് സിറ്റിംഗ് വിളിക്കുവാൻ സാധിക്കും. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിൽ ഇത്തരം ജോയിൻ്റ് സിറ്റിംഗ് സാധ്യമല്ല. 6. The process of amendment is similar to that of a legislative process. Except for the special majority, the constitutional amendment bills are to be passed by the parliament in the same way as ordinary bills. ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് സാധാരണ നിയമനിർമ്മാണ നടപടികൾ പോലെ തന്നെയാണ്. സ്പെഷ്യൽ മജോറിറ്റി എന്നൊരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളെ പോലെ തന്നെയാണ് പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത്. അതായത് ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി മാത്രമായി ഒരു സ്പെഷ്യൽ പ്രോസസ്സ് ഒന്നും ഇല്ല. 7. The provisions relating to the amendment procedure are too sketchy. Hence, they leave a wide scope for taking the matters to the judiciary. ഭരണഘടനാ ഭേദഗതിയുമായി സംബന്ധിക്കുന്ന പല കാര്യങ്ങളും അപൂർണമാണ്.
അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവ പെട്ടെന്ന് തന്നെ ജുഡീഷ്യറിയുടെ മുന്നിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതും ഒരു പോരായ്മ തന്നെയാണ്. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിക്കുന്ന നടപടിക്രമങ്ങളുടെ പോരായ്മയായി വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യൂസ് അബൌട്ട് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഈ അമെൻമെൻറ്റ് പ്രൊസീജിയറിനെ പറ്റി വിവിധ ആൾക്കാർക്കുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രൈക്സ് എ ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി. കെ.സി. വിയറിൻ്റെ അഭിപ്രായത്തിൽ ഈ അമെൻമെൻറ്റ് പ്രൊസീജിയർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരേ സമയം ഫ്ലെക്സിബിലിറ്റിയും റിജിഡിറ്റിയും നൽകുന്നു. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഫ്ലെക്സിബിലിറ്റിയുടെയും റിജിഡിറ്റിയുടെയും നല്ലൊരു ബാലൻസ് ലഭിക്കുവാൻ ഈ അമെൻമെൻറ്റ് പ്രൊസീജിയർ കാരണമാകുന്നു. ദിസ് വെറൈറ്റി ഇൻ ദ അമെൻഡിംഗ് പ്രോസസ് ഈസ് വൈസ് ബട്ട് റെയർലി ഫൗണ്ട്. കെ.സി. വിയറിൻ്റെ തന്നെ അഭിപ്രായത്തിൽ അമെൻഡിംഗ് പ്രോസസ്സിലുള്ള ഈ വൈവിധ്യം എന്ന് പറയുന്നത് വിവേകപൂർവവും അപൂർവമായി മാത്രം കാണുവാൻ സാധിക്കുന്നതും ആണ്. The amending process has proved itself one of the most ably conceived aspects of the Constitution. Although it appears complicated, it is merely diverse. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഈ അമെൻഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും മികച്ച രീതിയിൽ ആവിഷ്കരിച്ച ഒരു വശമാണ്. അവ സങ്കീർണമായി തോന്നാമെങ്കിലും ശരിക്കും വൈവിധ്യമുള്ളവയാണ്. അടുത്ത വ്യൂ നോക്കാം. While we want this constitution to be as solid and permanent as we can make it, there is no permanence in a constitution. There should be a certain flexibility. If you make any constitution rigid and permanent, you stop the nation's growth, the growth of a living, vital, organic people. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അമെൻമെൻറ്റ് പ്രൊസീജിയറിനെ പറ്റിയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു പെർമനൻ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ എന്നേക്കുമായി ഒരു പെർമനൻ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നത് പ്രായോഗികമല്ല. ഇനി അങ്ങനെ പെർമനൻറ്റും റിജിഡുമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ സത്യത്തിൽ രാജ്യത്തിൻ്റെ വളർച്ചയെ തടയുകയാണ് അത് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ പൗരന്മാരുടെ വികാസത്തെയും അത് തടയിടുന്നു. അതിനാൽ ഒരു പെർമനൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നാണ് ആഗ്രഹമെങ്കിലും ആ കോൺസ്റ്റിറ്റ്യൂഷന് സർട്ടൻ ഫ്ലെക്സിബിലിറ്റി കൂടി വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിന് ആവശ്യമായ മാറ്റങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. സമാനമായ അഭിപ്രായം തന്നെയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കറിനും ഈ വിഷയത്തിൽ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് റിജിഡ് ആകാനും പാടില്ല, ഫ്ലെക്സിബിൾ ആകാനും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അത്രയ്ക്ക് റിജിഡും ഫ്ലെക്സിബിളും ആകാതെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അമെൻമെൻറ്റ് പ്രൊസീജിയറിനെ സംബന്ധിച്ച് പൊതുവായുള്ള കാഴ്ചപ്പാടുകൾ. ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് പാർട്ടും പൊളിറ്റിയുടെ പ്ലേലിസ്റ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. നന്ദി.